മലയാള സിനിമയുടെ വെള്ളിത്തിരയിൽ ആ ചിരിമാനിട്ട് കാൽ നൂറ്റാണ്ടിലേറെ പിന്നിട്ടു. എങ്കിലും ഇന്നും ഓരോ മലയാളിയും ആവർത്തിച്ചു പറയുന്ന ചില വാചകങ്ങളുണ്ട്. ഇപ്പൊ ശരിയാക്കി തരാം, താമരശ്ശേരി ചുരം, ടാക്സി വിളി, ദാസപ്പ എന്നെ ഒന്ന് ശരിക്ക് നോക്കിക്കേ. വെറും ഡയലോഗുകളല്ല ഇവയൊന്നും. ഒരു ജനതയെ പതിറ്റാണ്ടുകളായി ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന വികാരങ്ങളാണ്. മലയാള സിനിമയിലെ ഹാസ്യത്തിന്റെ സുൽത്താൻ കുതിരവട്ടം പപ്പു വിടവാങ്ങിയിട്ട് ഇന്ന് 26 വർഷം തികയുമ്പോഴും ആ സിംഹാസനം ഇന്നും ഒഴിഞ്ഞുകിടക്കുന്നു. 1963 മൂടുപടം എന്ന ചിത്രത്തിലൂടെ സിനിമയിലെത്തിയെങ്കിലും 1964 ഭാർഗവി നിലയമാണ് പത്മദളാക്ഷനെ കുതിരവട്ടം പപ്പുവാക്കി മാറ്റിയത്. 37 വർഷം നീണ്ട തന്റെ കരിയറിൽ 1500-ലധികം ചിത്രങ്ങളിൽ വേഷമിട്ട അദ്ദേഹത്തിന് പകരക്കാരനില്ല എന്ന് പറയുന്നത് വെറും ഒരു വാക്കല്ല, അതൊരു ചരിത്ര സത്യമാണ്. പപ്പു സ്ക്രീനിൽ വരുമ്പോൾ പ്രേക്ഷകർ ചിരിക്കാൻ തയ്യാറെടുക്കുന്നത് അദ്ദേഹത്തിന്റെ തമാശകൾ കൊണ്ട് മാത്രമല്ല, ആ മുഖത്തെ നിഷ്കളങ്കതയും കോഴിക്കോടൻ സ്ലാങ്ങിന്റെ തനിമയും കണ്ടുകൂടിയാണ്. ഹാസ്യത്തിന്റെ മട്ടുപ്പാവിലിരുന്ന് നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുമ്പോഴും കിരീടം പോലുള്ള സിനിമകളിലൂടെ അദ്ദേഹം നമ്മുടെ കണ്ണ് നിറയിച്ചു. കാലം എത്ര കഴിഞ്ഞാലും എത്ര തലമുറകൾ മാറിയാലും മലയാള സിനിമയുടെ മരണമില്ലാത്ത വിസ്മയം കുതിരവട്ടം പപ്പു എന്ന പേര് ഒരു നിത്യപുഞ്ചിരിയായി നമ്മുടെ ഹൃദയങ്ങളിൽ എന്നും ജ്വലിച്ചു നിൽക്കും. പകരക്കാരനില്ലാത്ത ആ ഹാസ്യ സാമ്രാട്ടിന് പ്രണാമം.